തീപാറുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന് പിറവികൊണ്ട ഭക്തിഗാനങ്ങളുടെ കണ്ണ് നനയിക്കുന്ന അനുഭവ പശ്ചാത്തലങ്ങളിലൂടെ ഗാനോൽപ്പത്തി. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗാനോൽപ്പത്തിയുടെ എല്ലാ ശ്രോതാക്കൾക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാനം ശോഭയുള്ളൊരു നാടുണ്ടത് കാണാമേ ദൂരവിശ്വാസത്താൽ എന്ന ഗാനത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്. ശോഭയുള്ളൊരു നാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താൽ, താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാൽ, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ഈ ഗാനത്തിന്റെ രചയിതാവ് മിസ്റ്റർ സാൻഫോർഡ് ഫിൽമോർ ബെനറ്റ്. ബെനറ്റിന് വളരെ വേണ്ടപ്പെട്ട ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു, മിസ്റ്റർ JP വെബ്സ്റ്റർ. ബെനറ്റിന്റെ സന്തത സഹചാരിയായിരുന്നു വെബ്സ്റ്റർ. എപ്പോഴും തന്റെ എല്ലാ ആവശ്യത്തിനും കൂടെ നിൽക്കുമെങ്കിലും വെബ്സ്റ്റർ എപ്പോഴും മൂകത ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. വിഷാദ വിഷണ്ണാവേശത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന തന്റെ ഈ സ്നേഹിതനെ ആ മൂകഭാവത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബെനറ്റ്. ഒരു ദിവസം ബെനറ്റ് പഠനമുറിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. തെളിഞ്ഞ പ്രഭാതം, സ്വച്ഛന്തമായ ആകാശം, തണുത്ത കാറ്റ്, ഹിമപാതത്തിന്റെ അവശിഷ്ടം അങ്ങിങ്ങായി കാണാം. പെട്ടെന്ന് വെബ്സ്റ്റർ ശോകമൂകവദനായി അകത്തേക്ക് കടന്നു വന്നു. തനിക്ക് അഭിവാദനം നൽകുക എന്ന സാമാന്യ മര്യാദ പോലും കാട്ടാതെ പുറം തിരിഞ്ഞ് തീക്കരികിലെത്തി തണുപ്പകറ്റിക്കൊണ്ടിരുന്ന വെബ്സ്റ്ററിനോട് കാര്യമെന്തെന്ന് ആരാഞ്ഞ ബെനറ്റിന് വളരെ ഹ്രസ്വവും അവ്യക്തവുമായ ഒരു ഉത്തരമാണ് ലഭിച്ചത്. ഓ, വേഗം എല്ലാം ശരിയാകും എന്ന ഒഴുക്കൻ മട്ടിലുള്ള ഒരു ഉത്തരം. എന്നാൽ ആ ഉത്തരത്തിൽ കൂടെ തന്നെ തന്റെ സുഹൃത്തിന്റെ അവ്യക്തതയ്ക്ക് ഒരു വ്യക്തത കണ്ടെത്തുവാൻ വേണ്ടി വേഗം എന്ന വാക്ക് ബെനറ്റ് തിരഞ്ഞെടുത്തു. തന്റെ സുഹൃത്തിന്റെ വെറും വേഗതയെ താൻ മധുരതരമായ വേഗത എന്നാക്കിക്കൊണ്ട് വെബ്സ്റ്ററിനോട് പറഞ്ഞു, ഇത് ഒന്നാന്തരം ഒരു ഗാനമാണല്ലോ. ഇത് കേട്ട വെബ്സ്റ്റർ ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു, ആയിരിക്കാം. പെട്ടെന്നുണ്ടായ പ്രചോദനത്താൽ വേഗം എഴുന്നേറ്റ് എഴുത്തുമേശയ്ക്കരികിൽ ചെന്ന് പേനയ്ക്ക് ചലിക്കാവുന്ന വേഗത്തിൽ ഒരു പാട്ടിന്റെ ആദ്യ 3 ചരണങ്ങളും പല്ലവിയും എഴുതി തീർത്തു. അനർഗള പ്രവാഹം, ഒരു നിർദ്ധരി. എഴുതിക്കഴിഞ്ഞ കടലാസ് വെബ്സ്റ്ററിന് നൽകി. ഒട്ടും ഇഷ്ടമില്ലാതെ അയാൾ അത് വാങ്ങി അതിലൂടെ കണ്ണോടിച്ചു. വെബ്സ്റ്ററിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന സംഗീതജ്ഞൻ ഉണർന്നു. മൂകഭാവം മാറി. വേഗത്തിൽ ആ വരികൾക്ക് രാഗം പകർന്നു. വയലിനിൽ ഉടൻ തന്നെ രാഗം മീട്ടണമെന്നായി. ട്യൂണിങ്ങിൽ ചില മിനുക്കുപണികൾ നടത്തിക്കൊണ്ട് 2 പേരും ചേർന്ന് ആ ഗാനം മനോഹരമായി പാടി. പാട്ട് കേട്ടുകൊണ്ട് നടന്നു വന്ന മറ്റൊരു സ്നേഹിതൻ ആനന്ദാതിരേകത്താൽ വിളിച്ചു പറഞ്ഞു, ഈ ഗാനം അമർത്യമാണ്. അതൊരു സത്യപ്രവചനമായിരുന്നു. അമേരിക്കയിലെ ഒരു ഗ്രാമത്തിൽ 1/2 നൂറ്റാണ്ട് മുമ്പ് പാടിയ ഈ ഗാനവും അതിൻ്റെ രാഗവും ലോകമുള്ള കാലത്തോളവും ഓർക്കും, തർക്കമില്ല. പ്രിയ സ്നേഹിതരെ, തൻ്റെ സുഹൃത്തിൻ്റെ ഈ ലോക മൂകത മാറ്റാൻ വേണ്ടി പാടുപെടുന്ന നല്ല ഒരു സുഹൃത്തിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ അക്കരെ ശോഭയേറുന്ന ഒരു നാടും അതിൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ട് അക്കരെ നമ്മെ കാത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ആ ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടവരുടെ സംഗീതം. ഖേദം രോദനം അങ്ങില്ലാത്ത നിത്യ സൗഭാഗ്യം ആത്മാക്കൾക്കവിടെ. സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ച എന്നെ തരും നന്മയ്ക്ക് കാഴ്ചയായി നമുക്ക് സ്തോത്രം പാടാം. ഈ പ്രത്യാശയുടെ ഗാനം പാടി നമുക്ക് കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും
ഭംഗിയേറിയ ആ തീരത്ത്